ഞാൻ ഐഷ ഹസീന. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. എല്ലാ ചാനലുകളും കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിഷയം 5 വർഷത്തിന് മുന്നേ തന്നെ നമ്മുടെ മുന്നിൽ വന്നതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് വ്യക്തിപരമായി ഞാൻ കാണുന്നത് ഞെട്ടലോടെയല്ല. കാരണം ഈ സമൂഹത്തിൽ ഒട്ടനവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഞങ്ങളെപ്പോലെ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന, സാംസ്കാരിക ഇടപെടലുകൾ നടത്തുന്ന കുറച്ച് പേർക്കെങ്കിലുമൊക്കെ നന്നായിട്ട് അറിയാം. വ്യക്തിപരമായി ഞങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളുടെ സൗഹൃദങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവർ ഞങ്ങളോട് പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴും പലരും പലയിടങ്ങളിൽ നടക്കുന്ന വിവേചനങ്ങളെക്കുറിച്ച് തുറന്ന് സംവദിക്കുകയും തുറന്ന് പറയുകയും ഈവൻ പ്രേക്ഷകരുടെ മുന്നിൽ അവർ പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. അങ്ങനെ തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് പൊതു അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും ചില അതോറിറ്റികൾ അതിൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ തിരിച്ച് തൊഴിലിൽ പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇത്തരം സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ, സാമൂഹ്യപരമായ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ, തൊഴിലിടങ്ങൾ, പലതരത്തിലുള്ള തൊഴിലിടങ്ങൾ, ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖല, അതുപോലെ തന്നെ കമ്പനികൾ, IT-കൾ, അതുപോലെ സിനിമാ മേഖല, സീരിയൽ മേഖല, സംഗീത മേഖല, മറ്റുള്ള ഒരുപാട് ഇടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക തൊഴിലിടങ്ങളിലും ഇത്തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി നടക്കുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. തൊഴിലിടങ്ങളിൽ എല്ലാ കാലത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമതകൾ സമൂഹത്തിനും നന്നായി അറിയാവുന്നതാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോയി, ഇതൊക്കെ അത്ഭുതം തോന്നുന്നു, അതിശയം തോന്നുന്നു എന്നൊക്കെയുള്ളത് കുറേയൊക്കെ വ്യാഖ്യാനങ്ങളാണ്. എന്താ പറയുക, ഇതൊന്നും എനിക്ക് അറിയില്ല, ഞങ്ങളൊക്കെ പാവങ്ങളായിരുന്നു എന്ന് വെറുതെ കാണിക്കുന്നതെന്ന് സ്പഷ്ടമായിട്ട് പറയാൻ കാരണം, ഒരു പത്രം നമ്മൾ ഒരു ദിവസം വായിക്കാനെടുത്താൽ ആ പത്രത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന, ഒന്ന് കണ്ണടച്ചേക്കാൻ പറയുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. ഞാനൊരു അഭിനേത്രിയല്ല, അതേസമയം സംഗീതത്തെ ഏറ്റവും കൂടുതൽ ഉപാസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഒരു കാലത്ത് സംഗീത പഠനവും സംഗീത ക്ലാസ്സുകളും സംഗീത പരിപാടികളുമൊക്കെയായിട്ട് നടന്നിരുന്ന കാലത്ത് വളരെ നേരിയ രീതിയിലെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടാകുകയും ആ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ സംഗീതത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിത്രയും തീവ്രമായിരുന്നില്ല എന്നുള്ളത് എനിക്ക് തുറന്ന് പറയാൻ സാധിക്കും. വേണമെങ്കിൽ എനിക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു, പക്ഷെ ഞാനത് നിന്നില്ല. ഒരു പക്ഷേ മറ്റുള്ളവരെ കണക്ക് അത്ര വലിയ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളായിരുന്നിരിക്കില്ല ഞാൻ. ഒരു ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് എന്നെക്കൊണ്ടാകുമോ, പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ, ഇതെനിക്ക് കരിയറാക്കി എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രൊഫഷനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അഭിനയം സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയത്തിലൊന്നും ഉള്ള ഒരാളല്ല, അതിനോടൊന്നും അത്ര കണ്ട് താല്പര്യമുള്ള ഒരാളുമല്ലാത്തതുകൊണ്ട്, എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതല്ലാതെ സാംസ്കാരികമായി ഇടപെടുമ്പോൾ ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പല ഇടങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഇതൊന്നും അവിടെ ഇല്ല എന്ന് ചിന്തിക്കാനും നമുക്കാവില്ല. തീർച്ചയായും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ മൂവ്മെൻ്റാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മൂവ്മെൻറ്റ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് നൽകും. വരും കാലങ്ങളിൽ ഇതിനെ കൃത്യമായി പ്രതികരിക്കാൻ മനസ്സ് കാണിച്ച യുവ താരങ്ങൾ, അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് WCC ഏറ്റവും നല്ല മാതൃകാ WCC
ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനവും ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഫൈറ്റിങ്ങുമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ വലിപ്പ ചെറുപ്പങ്ങളോ പ്രതിഭാധനരായിട്ടുള്ള ആളുകളെന്നോ അല്ലെങ്കിൽ പ്രതിഭ കുറഞ്ഞവരെന്നോ അങ്ങനെയൊന്നുമില്ല. കലാകാരന്മാരെല്ലാവരും എപ്പോഴും ഒരുപോലെയാണ്. ഓരോ കലാകാരനും അനുഭവം കൊണ്ടും കലാ അവതരണങ്ങൾ കൊണ്ടും ആണ് പടിപ്പടിയായിട്ടാണ് അവർ പ്രതിഭയിലേക്ക് കൂടുതലെത്തുക. കുറേ കാലം മുമ്പ് തുടങ്ങിയത് കൊണ്ട് അവർ ഭയങ്കര നല്ലവരും അടുത്ത കാലത്ത് തുടങ്ങിയതുകൊണ്ട് അവരൊന്നും അറിഞ്ഞുകൂടാത്തവരുമാണ് എന്നുള്ളൊരു ധാരണ ഈ WCCയുടെ വരവോടും പ്രതികരണത്തോടും പ്രതിഷേധത്തോടും കൂടി പലർക്കും അതങ്ങനെയല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും അങ്ങേയറ്റം സാമൂഹിക നന്മ ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരോടും അങ്ങേയറ്റം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും സർക്കാർ തലത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായും ഉണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ നടത്തിക്കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ രേവതി മാം പറഞ്ഞതുപോലെയൊക്കെ ഇനിയാണ് ജോലിയുള്ളത്. നമുക്ക് ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇനിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഇനിയുള്ള വിവേചനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കാനും പ്രതിഫലത്തിൻ്റെ കാര്യത്തിലായാലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളായാലും അതിനോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഏത് എൻ്റർടൈൻമെൻ്റ് എടുത്താലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. സ്ത്രീകളെ നെഗറ്റീവായി സെക്ഷലായി തരം താഴ്ത്തി ഒക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു വലിയ പ്രേക്ഷക സംഘം ഉണ്ടാവുകയും ആ പ്രേക്ഷകർ ഏതൊരു സ്ത്രീയെയാണോ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയെയാണോ കോമഡി ആക്കുന്നത്, അതായത് കോമിക്കാക്കുന്നത്, അവർക്ക് നല്ല കയ്യടി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പരസ്യമായാലും കോമഡി പ്രോഗ്രാമുകളായാലും അല്ലെങ്കിൽ ഒരു സിനിമയായാലും എന്ത് സാഹചര്യത്തിലും സ്ത്രീകളെ എപ്പോഴും അവഗണിക്കുകയല്ല, പകരം അവരെ വച്ച് ചീത്തയായ വശങ്ങളെ കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതൊരു കോമഡിയായിട്ടും അതൊരു എൻ്റർടൈൻമെൻ്റായിട്ടും എടുക്കുന്ന ഒരു അവസ്ഥ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതലായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വരാറുണ്ട്. അത്തരം കാര്യങ്ങൾക്കും ഈ വിഷയത്തിൽ നടപടിയെടുക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടിയുള്ള ശ്രദ്ധ എടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നും കൂടി ഞാൻ ആശിക്കുകയാണ്. തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ നീതിയോടൊപ്പം നന്മയോടൊപ്പം ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട